ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. ബിസ്മി കിച്ചനോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പച്ചരിയും അതുപോലെ തന്നെ ശർക്കരയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി നാലുമണി പലഹാരമാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് 2 അച്ച് ശർക്കരയിൽ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫാക്കി ഇനി ഇതൊന്ന് ചൂടാറണം. ഒരുപാട് തണുത്ത് പോകരുത്, ചെറിയൊരു ചൂട് ഈ ശർക്കര പാനിക്ക് വേണം. അപ്പോൾ എന്നാൽ ഞാൻ ഇതേപോലെ ഒരു കപ്പിലേക്ക് അരിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പിൻ്റെ ഒരല്പം 2 സ്പൂണോളം വരുന്നുണ്ട് കേട്ടോ ശർക്കരപ്പാനി. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചരി വേണം. ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകിയിട്ട് ഒരു 6 മണിക്കൂർ കുതിർത്തെടുത്തതാണ്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അരി എടുക്കുമ്പോൾ പച്ചരി ഒരുപാട് പഴയത് എടുക്കാതെ നോക്കണം. അതുപോലെ തന്നെ അത്യാവശ്യം നന്നായിട്ട് കുതിർത്തെടുക്കാനും നോക്കണം കേട്ടോ. മുഴുവനായിട്ടും പച്ചരി 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് പച്ചരിയിലേക്ക് 1/4 കപ്പ് അത് ചോറാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ചോറ് വയ്ക്കുന്ന ഏതൊരു ചോറും പറ്റും കേട്ടോ, ഏതൊരു അരിയുടെ ചോറും പറ്റും. പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് അരിയിലേക്ക് 1/4 കപ്പ് ചോറും 1/2 കപ്പ് തേങ്ങയും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഈസ്റ്റുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈസ്റ്റ് 1 ടീസ്പൂണാണ് കേട്ടോ, ടേബിൾ സ്പൂൺ അല്ല. 1 ടീസ്പൂൺ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ചെറിയ സ്പൂൺ എടുത്താലും മതി. മെഷർമെൻറ്റ് സ്പൂണും കപ്പും ഇല്ലെങ്കിലും ഒരു ഗ്ലാസ് അളവായിട്ട് എടുത്താലും മതി. ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കരപ്പാനി ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല തിക്കാണ്. അപ്പോൾ ഇത്രയും തിക്ക് വേണ്ട, നമുക്ക് കുറച്ചുകൂടി ലൂസ് വേണം. അപ്പോൾ ഇതിലേക്ക് ലേശം കൂടി ശർക്കരപ്പാനി ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നോക്കാം, ഞാനൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നോക്കാം, ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു രീതിയിലാണ് വേണ്ടത് കേട്ടോ. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് പിന്നെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിരിക്കണം. ഒരുപാട് അങ്ങോട്ട് ലൂസായി പോയാൽ നമുക്ക് ഈ ഒരു വട്ടയപ്പം ശരിയായിട്ട് കിട്ടില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം ഉണ്ടാവേണ്ടത്. ഒരു ദോശ മാവിനേലും ഒരല്പം കൂടി ടൈറ്റായിട്ട് വേണം അരച്ചെടുക്കാൻ. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കപ്പൊടി കയ്യിലില്ലെങ്കിൽ അരി അരയ്ക്കുന്ന സമയത്ത് നമ്മളൊരു 3-4 ഏലക്ക ചേർത്തിട്ട് അരച്ചെടുത്താലും മതിയാകും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശർക്കരയിൽ ഉപ്പുള്ളതാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ശർക്കര മെൽറ്റാവുന്ന സമയത്ത് ഒന്ന് വായിൽ വെച്ച് നോക്കിയാൽ മതി ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടോ എന്ന്. അപ്പോൾ ഉണ്ടെങ്കിൽ ചേർക്കണ്ട. ഇനിയിപ്പോൾ അതേ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. സ്ഥലത്തിൻ്റെ ചൂടിനനുസരിച്ചാണ് ഇത് പൊങ്ങി വരുന്നത്. അപ്പോൾ ഞാനിതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു 1/2 മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ അടുപ്പിൻ്റെ അടുത്താണ് വെച്ചിരുന്നത്, അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതൊരു അപ്പച്ചമ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഇതേപോലെ സ്റ്റീൽ പാത്രത്തിലാണ് തയ്യാറാക്കുന്നത്. നമുക്കിതൊരു ബൗളിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാം, ഏതൊരു പാത്രത്തിലും തയ്യാറാക്കി എടുക്കാം. ഒരല്പം നെയ്യൊന്നും എല്ലാടെ ആക്കി കൊടുത്തതിന് ശേഷം നമ്മളിവിടെ പൊങ്ങി വന്നിട്ടുള്ള മാവ് പിന്നെ നമ്മൾ സ്പൂൺ കൊണ്ട് ഇളക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പതുക്കെ ഒഴിച്ചു കൊടുത്താൽ മതി, ഒരുപാട് ഇങ്ങനെ കുത്തിച്ച് ഒഴിച്ചു കൊടുക്കണ്ട. പതുക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അവിടെ ഇവിടെയും പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഞാനിതൊരു 10 മിനിറ്റാണിത് ആവിയിൽ വേവിച്ചെടുക്കുന്നത്. ഒരു 3 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഇതൊന്ന് നമുക്ക് തുറന്ന് നോക്കണം. അപ്പോൾ ഇത് ഗാർണിഷിങ്ങിനായിട്ട് ഞാൻ അല്പം നേന്ത്രപ്പഴം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു നേന്ത്രപ്പഴത്തിൻ്റെ പകുതിയാണ് ഇതേപോലെ വട്ടത്തിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് നെയ്യിൽ. അപ്പോൾ അത് ഇതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കാം. 3 മിനിറ്റ് ആയപ്പോൾ തന്നെ അത്യാവശ്യം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് കുക്കായതിന് ശേഷം വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അടിയിലേക്ക് താന്നു പോകും കേട്ടോ. ഇതേപോലെ ഒന്ന് ഗാർണിഷിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കുന്നതാണ്, ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. ചേർത്തിട്ടില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. ഇനി ബാക്കി നമുക്കിത് അടച്ചു വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. കറക്റ്റ് 10 മിനിറ്റാണ് എനിക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. വട്ടയപ്പത്തിൻ്റെ അടിപൊളി മണമാണ് വരുന്നത്. ഇതൊന്ന് കുത്തി നോക്കാം. ഒരു സ്ക്യൂറോ ഒരു ഇർക്കിലിയോ കൊണ്ട് നമുക്ക് കുത്തി നോക്കാം. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ അതായത് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഒരു 2 സ്പൂൺ മാവുണ്ടായിരുന്നു, അത് ഞാനൊരു ചെറിയ ബൗളിൽ ഒഴിച്ചിട്ട് അതും റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ സൈഡൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ ഒരല്പം ചൂടുണ്ട്, എന്നാലും കുഴപ്പമില്ല, നന്നായിട്ട് വിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കയ്യിലോട്ട് എടുത്ത് നോക്കാം. കണ്ടോ, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള അടിപൊളി വട്ടയപ്പമാണ്. ഞാൻ ഈ പറഞ്ഞ അളവിൽ സാധനങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഇതുപോലത്തെ വട്ടയപ്പം കിട്ടും. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം.
അപ്പോൾ നിങ്ങൾ ഈ ക്രിസ്മസിന് വട്ടയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ശർക്കരപ്പാനി ചേർത്തിട്ടുള്ള ശർക്കര വട്ടയപ്പം ഒന്ന് തയ്യാറാക്കി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡൊന്ന് ശരിക്കും വിട്ട് വന്നിട്ടില്ല. അപ്പോൾ നമുക്കൊരു സ്പാച്ചില കൊണ്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഒരു കത്തിയോ എന്തെങ്കിലും കൊണ്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് ഇളക്കിയപ്പോൾക്ക് തന്നെ പെട്ടെന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ ഇനിയിപ്പോൾ ഇതേപോലെ വലിയതായിട്ട് ഉണ്ടാക്കണ്ടെങ്കിൽ ചെറുതായിട്ട് ഉണ്ടാക്കണം മതിയെങ്കിൽ ഇങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഏതൊരു പാത്രത്തിൽ വേണമെങ്കിലും നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടും. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഈ കത്തി വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, നല്ല സ്പോഞ്ചി ആയിട്ടാണ് വരുന്നത്. നല്ല സ്മൂത്തായിട്ട് ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യുക. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എൻ്റെ കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. എന്നെങ്കിൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.